മേഡം എന്നെ വിളിച്ചതാണോ? മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. കുട്ടപ്പ മരിക്കുമ്പോഴത്തേക്ക് ജീവൻ വരണമെങ്കിൽ അത് ആരായിരിക്കും? കുട്ടപ്പന്റെ മോഹനായിരിക്കും. രാധികേ രാധികേ ആശ്വാസായി അല്ല, അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ വഴിയില്ല. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഇത്രയും നല്ല ക്ലൂ വരുന്ന വേറെ ആങ്കർമാർ ആരെങ്കിലും കാണും? ഇല്ല ഇല്ല, അതാണ്. ഏതായി കുട്ടി? വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ആവണി. ഏത് ക്ലാസ്സിലാ? ഇനി എട്ടിലോട്ട്. ഇനി എട്ടിലോട്ട്. സ്ഥലം എവിടെയാ? റാന്നി. അഭിരാമി. ഇനിയും ഞാൻ നാലിലോട്ട് അല്ലേ? സ്ഥലം? തിരുവനന്തപുരം. അഭിരത്. ഇനി എട്ടിലോട്ട്. പത്തനംതിട്ട റാന്നി. ഓക്കെ. റാന്നിയുള്ള. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് വരികയാണല്ലേ? കസിൻസ് ആണോ? കസിൻസ് ആണ്. വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വന്നതാണ്. ആരുടെ വീട്ടിലാണ് വന്നേ? മോളുടെ വീട്ടിൽ വന്നതാണല്ലേ? ട്രിവാൻഡ്രം ഉള്ളത് മനസ്സിലായി കേട്ടപ്പോൾ. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളൊക്കെ അറിയാവുന്ന ആൻസറൊക്കെ ആയിരിക്കും. ക്ലൂസൊക്കെ ഒരുപാട് തരാം. അപ്പോൾ ഇഷ്ടമുള്ള ആൻസറൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മനസ്സിലെന്ത് തോന്നിയാലും പറയാതിരിക്കരുത്, അത്രയേ ഉള്ളൂ. ഓ, ഭയങ്കര ആഗ്രഹമാണല്ലേ? നല്ല രീതിയിൽ തലയൊക്കെ ആട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. TV യുടെ ഇടയിൽ കാണുന്നത് എന്താണ്? യു. കറക്റ്റ്. ഞാനാണോ? അല്ല, ലെറ്റർ യു ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടി, സന്തോഷമില്ലേ? ചേച്ചിയാണോ? ആശ്വാസായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവൻ എച്ചിയാകുന്നത് എപ്പോഴാണ്? അവൻ എച്ചിയാകുന്നത് എപ്പോൾ? കുസൃതി ചോദ്യമാണ്. അവൻ കറക്റ്റ് ആൻസർ ആണ്. 2 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ബുദ്ധിമതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മലയാള മാസം ഏതാണ്? കേരളത്തിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മലയാള മാസം. മലയാള മാസങ്ങൾ പറഞ്ഞു നോക്കിയാൽ മതി. ചിങ്ങം, കന്നി, തുല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. മേഡം എന്നെ വിളിച്ചതാണോ? മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. താങ്ക് യു. അപ്പോൾ മേഡമാസം 3 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇഷ്ടപ്പെട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ? ഒന്നും പറയാൻ പറ്റില്ല, അതിന് ചേച്ചി പറയണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ്. കുട്ടപ്പൻ മരിച്ചു, ചിതയ്ക്ക് തീ വെച്ചപ്പോൾ ജീവൻ വന്നു, എങ്ങനെ? അതെങ്ങനെ കുട്ടപ്പൻ മരിച്ചിട്ട് ചിതയ്ക്ക് തീ വെച്ചപ്പോഴത്തേക്ക് ജീവൻ വന്നത്? ചിതയ്ക്ക് തീ വെച്ചത്. കുട്ടപ്പൻ മരിക്കുമ്പോൾ നമ്മൾ ചിതയിൽ തീ വെക്കത്തില്ലേ? അപ്പോഴത്തേക്ക് ജീവൻ വന്നു. ആരാണ്? വേറൊരാളാണ്. ആരായിരിക്കും? പക്ഷെ ഒന്ന് ഊഹിച്ചു നോക്കിയാ. കുട്ടപ്പൻ മരിക്കുമ്പോഴത്തേക്ക് ജീവൻ വരണമെങ്കിൽ അത് ആരായിരിക്കും? കുട്ടപ്പന്റെ മോഹനായിരിക്കും. രാധികേ രാധികേ ആരാണെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എത്ര സ്നേഹിച്ചാലും എല്ലാവരും എന്നെ പിന്നിൽ നിന്ന് തള്ളും, ആരാണ് ഞാൻ? എത്ര സ്നേഹിച്ചാലും. പുട്ട് കറക്റ്റ് ആൻസറാണ്. പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അല്ല, അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ വഴിയില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. സ്വന്തം ഭാര്യയെ സാറേ എന്ന് വിളിക്കുന്നത് ആരാണ്? സ്വന്തം ഭാര്യയെ സാറേ എന്നേ വിളിക്കൂ. സാറയുടെ ഹസ്ബൻഡിന് കറക്റ്റ് ആൻസർ. ഇപ്പോഴാണ് മനസ്സിലായതല്ലേ കുസൃതി ചോദ്യത്തിന്റെ ആ ഒരു ട്രിക്ക്. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. എല്ലാത്തിന്റെയും കൂടെ ലാ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷ. 3 ക്വസ്റ്റ്യന്റെ ആൻസറായി. ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? മോള് പാട്ട് പാടും. അമ്പിളി കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ ഇങ്ങ നീലത്തുരുത്തിലെ നീർപ്പരപ്പിൽ നിഴലിടും
വീടിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെട്ടിലെ ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ താരെ കൊളുത്തുള്ളൊരാൾ ചെറുക്കും വെറ്റിലെ ചെല്ലത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. വളർന്നില്ലേ ഇതുവരെ? അടിപൊളി പാട്ട് കേട്ടോ. ഇവിടെ ക്ലാപ്പ് അടിയുടെ സ്പെഷ്യൽ ക്ലാപ്പ് ഓർഡർ അനിയത്തിക്ക് എന്തുവാടെ ഇത് ഒരു ഊർജ്ജമില്ലാതെ ക്ലാപ്പ് അടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ, ഒരു തമിഴ് വാക്കും ഒരു മലയാളം വാക്കും കൂടെ കൂട്ടിച്ചേരുന്ന ഒരു ഫ്രൂട്ടുണ്ട്, ഏതാണ്? ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ വായും തുറന്നില്ല, ഇപ്പം പറയാമെന്ന് പറഞ്ഞു. അറിയായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ നേരത്തെ? കൊച്ചു കള്ളൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അളവ് ഏതാണ്? ഇപ്പോൾ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അളവുണ്ട്, ഏതാണ് ആ അളവ്? ഏറ്റവും ചെറിയ അളവാണ്. ചുറ്റളവൊന്നും അല്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അളവ്. അളവ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസർ നിങ്ങൾ പറയണം. ഗ്രാമാണ് അളവ്. അപ്പോൾ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം കറക്റ്റ് ആൻസറാണ്. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത്രയും നല്ല ക്ലൂ വരുന്ന വേറെ ആങ്കർമാർ ആരെങ്കിലും കാണും? ഇല്ല, അതാണ്. ഏതായി കുട്ടി? അടുത്ത ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടി കളിക്കും, ആരാണ്? ഡോൾഫിൻ അല്ല. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടി കളിക്കും. ചാടി കളിക്കുന്ന ആരാ? കുട്ടികൾ. ഒരു ജീവി. കുട്ടിക്കാലത്ത് നീന്തി കളിച്ചിട്ട് വലുതാകുമ്പോൾ ചാടി കളിക്കും. ചാടി നടക്കുന്ന ആരാ? ചാടി നടക്കുന്ന തവള. കറക്റ്റ് ആൻസറാണ്. ഇവിടെ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. മോൾ മാത്രം പറഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യൻ പറയണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണേ. തലയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മലയാള അക്ഷരം ഏതാണ്? തലയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാള അക്ഷരം. തലയിൽ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ആലോചിച്ച് വയ്ക്കുമ്പോൾ അക്ഷരം കിട്ടും. പറഞ്ഞു. തലയിൽ ഇരിക്കാൻ. തലയിൽ എന്തൊക്കെ വയ്ക്കും? പെൺകുട്ടികൾ തലയിൽ വയ്ക്കുന്ന ഒരു സാധനമാണ് ക്ലിപ്പ്. പിന്നെ വേറെ എന്ത് വയ്ക്കും? ബോ ഏത് അക്ഷരമായിട്ടായിരിക്കുന്നേ? പറഞ്ഞ അല്ല. തലയിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മലയാള അക്ഷരം. ആദ്യമൊക്കെ നമ്മൾ എഴുതി പഠിക്കുന്ന ഒരു അക്ഷരമാണത്. ഈ ബോ എടുത്തിങ്ങനെ വെച്ചിങ്ങനെ നോക്കുമ്പോൾ അറിയാം ആ ഒരു അക്ഷരം ഇങ്ങനെ കറക്റ്റ് ആൻസറാണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. എന്തായിരുന്നു പേര്? ആയുഷ്. അപ്പോൾ ആയുഷാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി. ആയുഷിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട്, നമുക്ക് നൽകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ആസ്വദിച്ചെന്ന് മനസ്സിലായി. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.